pictures and after that we'll exchange. Oh. വീഡിയോ കൊണ്ട് പരസ്പരം കൈമാറിക്കൂടുന്നത് നമുക്കൊരു സ്ഥലം തന്നിരുന്നു. അതിൽ ആ സ്ഥലത്ത് ഇതാണ് വരുന്ന കെട്ടിടം. ഞങ്ങളുടെ 70 കോടി രൂപയുടെ പ്രോജക്റ്റാണ് തുടങ്ങുകയാണ്. എല്ലാ പ്രോസസ്സും ക്ലിയർ. ശരി പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഫൻസ് അനുബന്ധ സെക്ടറിലുള്ള ഒരു വളർച്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ ആൻട്രപ്രണർഷിപ്പ്, ഇന്നോവേഷൻ, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇന്നോവേഷൻസ്, അതിന് ആ ഒരു ഇക്കോസിസ്റ്റമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സൊല്യൂഷൻസ് നമ്മുടെ സമൂഹത്തിലുള്ള കുറേ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരം കൂടി ആവും എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശയം. ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ടുണ്ട്. 9 പേർ ഓൾറെഡി CEO അടക്കം 9 പേർ ഓൾറെഡി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 18.5 ഏക്കറിലാണ് ഇത് വരാൻ പോകുന്നത്. ടെക്നോ പാർക്കിടെ 18.5 ഏക്കർ ഓൾറെഡി ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കണ്ടിട്ടുണ്ട്. നബാർഡിയുടെ സഹായത്തോടു കൂടി 241 കോടി രൂപയുടെ ഒരു ഫണ്ടിങ് കൂടി ഇത് അപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ DPRയുടെ അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നൊരു 2 മാസത്തിനകം കൺസ്ട്രക്ഷൻ പ്രവർത്തനം നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഒരു സൊസൈറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ലൈക്ക് മൈൻഡഡ് ഓർഗനൈസേഷൻസോട് കൂടിയുള്ള ഒരു കൊളാബറേഷൻസ് ആണ്. ഈ ഒരു യാത്രയിൽ നമുക്ക് തോന്നുന്നത് ഇസ്രോയുടെ ഏറ്റവും വലിയ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇത് ഇസ്രോയുടെ ഭാഷയിൽ പറയണമെങ്കിൽ കേരള സ്പേസിയുടെ റോക്കറ്റിൻ്റെ സ്ക്രീം ജെറ്റ് എൻജിൻ പിന്നെ ഇഗ്നീഷൻ ഇസ്രോ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഈ ഒരു മഹത്തായിട്ടുള്ള ചടങ്ങിൻ്റെ ഒരു ഉദ്ദേശം ഇന്ന് VSSC K-സ്പേസ് തമ്മിലുള്ള ഒരു ധാരണാപത്രത്തിൻ്റെ ഒരു ഒപ്പാണ്. അത് കണ്ടിട്ട് ഇസ്രോയുടെ മറ്റ് കുറേ സ്ഥാപനങ്ങളുണ്ട്, LPSC, IST, IASU. അവരുടെ ധാരണാപത്രം വരുന്ന മാസങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അവരുടെ ഒരു കൊളാബറേഷൻ സഹായത്തോടു കൂടി നമുക്ക് നല്ല വിധത്തിൽ K-സ്പേസ് പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഈ ഒരു ചടങ്ങിൻ്റെ സാന്നിധ്യം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കേരളയുടെ അഭിമാനം ഇസ്രോയുടെ ചെയർമാൻ ശ്രീ ഡോക്ടർ S. സോമനാഥം അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഡയറക്ടർ VSSC ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സയൻറ്റിഫിക് അഡ്വൈസർ ടു ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ MC ദാത്തൻ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഡോക്ടർ V. നാരായണൻ ഡയറക്ടർ LPSC, ശ്രീ ES. പത്മകുമാർ ഡയറക്ടർ IASU, പ്രൊഫസർ കുറുവില്ല രജിസ്ട്രാർ IAST, ഡോക്ടർ V. അശോക് അഡീഷണൽ ഡയറക്ടർ VSSC, ശ്രീ M. ഗണേഷ് പിള്ളൈ DD LPSC, ശ്രീ S. ശിവസുബ്രഹ്മണി DD IASU, ശ്രീ C. മനോജ് ചീഫ് കൺട്രോളർ VSSC, പ്രൊഫസർ SR ഷൈൻ IAST, നബാർഡിയുടെ മിസ്റ്റർ സെസിൽ തിമോത്തി DGM നബാർഡ്, ശ്രീമതി ഷറോൺ ഹെർബർട്ട് AGM നബാർഡ്, IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാവരെ ഒറ്റവാക്യത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ S. സോമനാഥൻ അദ്ദേഹത്തിന് ഒരു 2 വാക്യം പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി,
മറ്റ് ദുരസന്നിധരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇങ്ങനെ ഒരു സ്പേസ് പാർക്ക് സ്ഥാപിക്കണമെന്നുള്ളത്. അതിന് ദത്തൻ സാറിനോടൊപ്പവും അതിനുശേഷവും ഒക്കെ ആയിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളും നോക്കി കാണുകയും നടക്കുകയും ഒക്കെ കണ്ടിരുന്നു. കുറച്ച് ഞാനിവിടുന്ന് ചെയർമാനായി പോകുന്നതിന് മുമ്പ് തന്നെ. ഇന്നിപ്പോൾ അത് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ആകുന്നു. മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ISROയുടെ സൈഡിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ പണ്ടേ ഉറപ്പുവരുത്തിയിരുന്നതാണ്. അത് തുടർച്ചയായിട്ടുണ്ടാവുകയും ചെയ്യും. ഈ ഒരു MOU എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു ഗോള് ഇതിനകത്തുള്ളത്, ഈ വരുന്ന സ്പേസ് പാർക്കിൽ നമുക്ക് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻഡസ്ട്രികൾ തിരുവനന്തപുരത്തും കൊല്ലം അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്, കൊച്ചിയിലും പാലക്കാടൊക്കെ ഉണ്ട്. ഒരുപാട് കോൺട്രിബ്യൂഷൻ നമ്മുടെ സ്പേസ് പ്രോഗ്രാമിനുണ്ട്. പല ഇൻഡസ്ട്രികളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരെല്ലാം നമ്മുടെ തിരുവനന്തപുരത്ത് VSSCക്ക് അടുത്തൊരു സ്ഥലത്ത് വന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് കുറേ കൂടെ കണക്ഷൻ ഉണ്ടാകുമെന്നും അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ടാസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നൊക്കെ രീതിയിൽ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറയാം. SFO ടെക്നോളജീസ് എന്ന് പറയുന്ന ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. നെസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പോയി അവരെ കണ്ടപ്പോൾ അവർ വലിയ സ്കെയിലിൽ അത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം അവരെന്നോട് പറഞ്ഞു. അവരെ ഞാനിവിടെ വലിയ മലയിൽ കൊണ്ടുവന്നിപ്പോൾ ഒരു വർക്ക് അവർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വലിയൊരു കമ്പനിയാണ് അവർ. ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് വരാനും പ്രവർത്തിക്കാനും ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അവരെ എനേബിൾ ചെയ്യുന്നൊരു ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വപ്നം. അത് സാധിക്കുന്നുണ്ട്. അതിന് ദത്തൻ സാറും ലെവനും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും സെക്രട്ടറി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും വലിയ അഭിമാനം. ഇതിലൊരു MOUയിലൂടെ കൂടുതൽ കണക്റ്റഡ് ആകുന്നു. ISROയും സാരാഭായ് സ്പേസ് സെൻ്ററും ആകുന്നതിൽ വലിയ സന്തോഷം. ഈ അവസരത്തിൽ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് സന്തോഷം. വരും ദിവസങ്ങളിൽ മറ്റ് സ്ഥാപനങ്ങളുമായിട്ടുള്ള MOUവും സൈൻ ചെയ്യപ്പെടട്ടെ. ഇതിലൂടെ നമ്മൾ ഈ MOUയുടെ അടിസ്ഥാനപരമായിട്ടുള്ളത്, ഇവിടെ വരുന്ന കമ്പനികൾക്ക് സ്പേസ് മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനും പുതിയ ഫെസിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ ആവശ്യം വരും. അത് കുറയ്ക്കുക. അതെങ്ങനെ നമുക്ക് ISROയിലുള്ള ഫെസിലിറ്റികൾ ഉപയോഗിക്കാൻ കഴിയണം. ടെസ്റ്റിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പുതിയ ഫെസിലിറ്റി ആവശ്യമുണ്ട്. അത് നമ്മൾ ഓഫർ ചെയ്യുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഏതെങ്കിലും ടെക്നിക്കൽ സഹായങ്ങൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവരെ ഒരു കംഫർട്ട് ഉണ്ടാക്കിയെടുക്കുക, അതാണ് നമ്മുടെ പ്രധാനമായും ഈ MOUയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളത് തീർച്ചയായിട്ടും അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഉറപ്പുവല്ലോ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട CM പ്രസംഗിക്കും. എനിക്കധികം പറയാനില്ല. ഈ സംരംഭം ISROൻ്റെതാണോ KSPSൻ്റെതാണോ എന്ന് സംശയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ISRO തന്നെ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ആ നിലക്ക് മുന്നോട്ട് പോകട്ടെ. കൂടുതൽ നല്ല നിലക്കുള്ള സംരംഭങ്ങൾ ഉണ്ടായി വരട്ടെ. അതിനാവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് നടത്താനാവും.